ക്ലിഫ് ഹൌസിൽ നീന്തൽക്കുളത്തിന് വീണ്ടും ലക്ഷങ്ങൾ അനുവദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹാസരൂപേണ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ക്ലിഫ് ഹൌസിൽ നീന്തൽക്കുളത്തിന് വീണ്ടും ലക്ഷങ്ങൾ അനുവദിച്ച സഖാവ് പിണറായി വിജയൻ സർക്കാരിന് അഭിവാദ്യങ്ങൾ. കേരളം മുടിച്ചു കുളം തോണ്ടി ആ കുളത്തിൽ നീന്തി തുടിക്കുന്ന മുഖ്യമന്ത്രിക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്നാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നീന്തൽക്കുളത്തിന് വീണ്ടും പണം അനുവദിച്ചതിൽ പലയിടങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു. ടൂറിസം വകുപ്പാണ് നീന്തൽക്കുളത്തിന്റെ 6ാം ഘട്ട പരിപാലനത്തിനായി 4.5 ലക്ഷത്തിലധികം രൂപ അനുവദിച്ചത്. നീന്തൽക്കുളത്തിന്റെ നവീകരണത്തിനും പരിപാലനത്തിനുമായി ഇതുവരെ 1/2 കോടിയിലേറെ രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റിനെ രൂക്ഷമായി വിമർശിച്ചതിന്റെ പേരിലായിരുന്നു സന്ദീപ് വാര്യരുടെ മുൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായിരുന്നത്. RSS പ്രവർത്തകനായ അലക്സിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് BJP ജില്ലാ പ്രസിഡന്റ് എന്നായിരുന്നു സന്ദീപ് വാര്യർ കുറിച്ചത്. അലക്സ് RSSന് ആരായിരുന്നുവെന്ന് പാലക്കാട്ടെ പ്രവർത്തകർക്കറിയാം. സഹപ്രവർത്തകന്റെ നെഞ്ചിലേക്ക് കഠാര കുത്തിയിറക്കാൻ മടിയില്ലാത്ത പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് സംഘപരിവാർ എന്നും സന്ദീപ് വിമർശിച്ചു. BJPയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഏതു കൊലപാതക കേസിലെ പ്രതിയാണ് എന്നറിയാമോ? RSSന്റെ ഒന്നാന്തരം പ്രവർത്തകനായിരുന്ന സ്വയം സേവകനായിരുന്ന അലക്സിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിക്കൊന്ന കേസിൽ പ്രതിയാണ് ഈ മഹാൻ. RSSന്റെ അന്നത്തെ ജില്ലാ പ്രചാരകനുമായി വാക്കുതർക്കമുണ്ടായി എന്നുള്ള പേരിലാണ് RSS ഈ കൊലപാതകം നടത്തിയത്. RSSന് അകത്തെ ആഭ്യന്തര തർക്കം മൂലം സജീവ RSS പ്രവർത്തകനെ തന്നെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ്. രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തിയ കേസല്ല. അതല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ തെറ്റായി പ്രതി ചേർത്തതുമല്ല. സ്വന്തം സംഘടനയിലെ സഹപ്രവർത്തകനെ കൊന്ന കേസാണ്. അലക്സ് RSSന് ആരായിരുന്നു എന്ന് പാലക്കാട്ടെ പ്രവർത്തകർക്കറിയാം. സഹപ്രവർത്തകന്റെ നെഞ്ചിലേക്ക് കഠാരയിറക്കാൻ മടിയില്ലാത്ത പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് സംഘപരിവാർ, കുറിപ്പിൽ പറയുന്നു. BJP നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ നടത്തിയ കൊലവിളി പ്രസംഗത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർക്കെതിരെയായിരുന്നു കേസ്. ഇതിനു പിന്നാലെയാണ് പ്രശാന്ത് ശിവനെതിരെ സന്ദീപ് വാര്യരുടെ പോസ്റ്റും വന്നത്. തൊട്ടു പിന്നാലെ എത്തിയ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനവും ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്.